നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ പേര്? ഞാൻ മാധവൻ നായരുടെ മകളാ. പേര് വന്ദന. അമ്മയുടെ പേര്? ചന്ദ്രിക. ഞങ്ങൾ തമ്മിലുള്ള ആ പിണക്കത്തിന്റെ കാരണം കൂട്ടുകാർ ചോദിച്ചപ്പോഴാ വർഷം നാക്കെടുത്തത്. പിന്നെ ആൺകുട്ടികളോട് അധികം സൗഹൃദം പാടില്ലെന്ന് അവൾ കൂട്ടുകാരിക്ക് ഉപദേശവും കൊടുത്തു. കല്യാണം കഴിഞ്ഞാലും വീട്ടിൽ കയറി വന്ന് കുടുംബം തകർക്കാൻ നോക്കൂന്ന് എന്നെ ഉദ്ദേശിച്ച അവള് പറഞ്ഞത്. ചേച്ചിക്കറിയാലോ, കല്യാണത്തിന് വരന്റെ കയ്യിൽ താലിയെടുത്ത് കൊടുക്കുന്ന പ്രധാന ചടങ്ങ് പോലും എന്നെക്കൊണ്ട് ചെയ്യിച്ചോള വർഷ. ആ വർഷ തന്നെ ഞാൻ അവളുടെ കുടുംബം തകർക്കാൻ ചെന്ന് പറഞ്ഞു കേട്ടപ്പോ അവളെന്റെ ചെകിടത്തൊന്ന് പൊടിച്ചിരുന്നെങ്കിലും എനിക്കത്ര ഫീൽ ആവില്ലായിരുന്നു. അവളുടെ കുത്തുവാക്ക് അതെന്നെ വല്ലാതെ തളർത്തുന്നു ചേച്ചി. വർഷയുടെ മനസ്സ് ഇത്രത്തോളം മാറ്റിമറിക്കാൻ ആ വിക്രം എന്ത് കൈവിഷാണ് കൊടുത്തതെന്നറിയില്ല. അന്ന് വർഷയുടെ പക്കൽ നിന്നും അവൾ അറിയാതെ ശ്യാമ എടുത്തു വെച്ച മരുന്ന് പാക്കറ്റും അത് മയക്കുമരുന്നാണെന്ന് തെളിയിക്കുന്ന ലാബ് റിപ്പോർട്ട് അതൊക്കെ എന്റെ കയ്യിലുണ്ട്. അത് പോലീസിന് കൈമാറിയ അവര് വിക്രമിനെതിരെ നടപടി എടുക്കില്ലേ ശ്യാമേ? അങ്ങനെയെങ്കിലും വർഷയെ രക്ഷിക്കാൻ നമുക്ക് കഴിയില്ലേ? ശ്രമിക്കാന്നേ ഉള്ളൂ. വിക്രം പോലീസിലൊക്കെ സ്വാധീന ശക്തിയുള്ളവനാ. പോലീസിനെ ഒതുക്കാനുള്ള ശ്രമം ഇതിനകം തന്നെ അയാൾ തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാ പോലീസുകാരും വിശ്വസ്തരൊന്നുമല്ല. വാദിയെ പ്രതിയാക്കാൻ കഴിവുള്ളവരാ. ശ്യാമേ, നീ ഒഴിഞ്ഞു മാറണോ? വർഷം നിന്നോട് മോശമായി പെരുമാറിയതുകൊണ്ട് നീ അവളെ കൈയൊഴിയാണോ? അവൾ എങ്ങനെയോ നശിക്കണോ എന്നാണോ നിന്റെ ആറ്റിറ്റ്യൂഡ്? എനിക്കത് പറ്റില്ല. എന്റെ അനിയത്തി അവള്. എനിക്ക് അവളെ വേണം ശ്യാമൻ. കരയല്ലേ, അവളെ രക്ഷിക്കാൻ കൂടെ എന്നും ഞാനുണ്ടാവും. പക്ഷേ വർഷയുടെ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കേണ്ടത് മാധവനെങ്കിലും ചന്ദ്രികാന്റിയോ? കരയാതെ. ഞാൻ എല്ലാത്തിൽ നിന്നും പിന്മാറുന്നു എന്ന ധാരണ ഒരിക്കലും ഉണ്ടാവരുത്. ഞാൻ കൂടെയുണ്ടെന്ന വിശ്വാസത്തിന് അല്പം പോലെ ഇളക്കം തട്ടരുത്. ശ്യാമേ, ഞാനിപ്പോ വരാം. എടാ അളിയ,
എന്തായി? കുട്ടി എനിക്ക് എന്തോ നല്ല പരിചയമുണ്ട്. വീട് എവിടെയാ? അതായത് കുടുംബപ്പേര് അങ്ങനെ വല്ലതും? മാണിക്യമംഗലം. അച്ഛന്റെ പേര്? ഞാൻ മാധവൻ നായരുടെ മകളാ. പേര് വന്ദന. അമ്മയുടെ പേര്? ചന്ദ്രിക. സോറി, നല്ല മുഖപരിചയമുള്ള കുട്ടി, അതുകൊണ്ട് ചോദിച്ചതാ. കുട്ടിയുടെ ഭർത്താവിന്റെ പേര്? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്താ അങ്കിളിന്റെ പേര്? എന്റെ പേര് വർമ്മ. അങ്കിളിനെ ഞാൻ എവിടെയോ കണ്ടു മറന്നതുപോലെ. അങ്കിളിന്റെ വീട് എവിടെയാ? കുറച്ച് ദൂരെയാ, ആറ്റിങ്ങൽ. ചില വ്യക്തികളെ കാണുമ്പോ അറിയാത്തൊരു രക്തബന്ധം ഫീൽ ചെയ്യും. എന്തോ അങ്കിളിനെ കണ്ടപ്പോ ആ സ്പാർക്ക് എനിക്കും തോന്നി. ശരി അങ്കിൾ. അച്ഛന്റെ പേര് മാധവൻ നായർ, അമ്മയുടെ പേര് ചന്ദ്രിക. ഇവള കുടുംബദ്രോഹികളുടെ സന്തതി തന്നെ. ഇവളുടെ അനിയത്തി വർഷയായിട്ടായിരുന്നല്ലോ ശ്യാമിന് പ്രേമം. അവള് കെട്ടുകഴിഞ്ഞു പോയപ്പോ ഇപ്പൊ അവനത് ചേച്ചോടായി. ജാതകദോഷം കൊണ്ട് കെട്ടാത്തൊരു മകള് ചന്ദ്രയ്ക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവളുടെ കല്യാണവും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോ ഈ വന്ദന തന്നെയായിരിക്കും ആ ശാപസന്തതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.